നോക്കാം ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിൽ വാഹന വിൽപ്പന കുതിച്ചുയർന്നു. വിൽപ്പനയിൽ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് 9.1% വർധന. ഇരുചക്ര, മുച്ചക്ര വാഹനങ്ങൾ, പാസഞ്ചർ വാഹനങ്ങൾ, ട്രാക്ടറുകൾ എന്നിവയിലെല്ലാം വളർച്ച രേഖപ്പെടുത്തി. ഇരുചക്ര വാഹന വിൽപ്പന 10.7%, മുച്ചക്ര വാഹന വിൽപ്പന 10.4%, പാസഞ്ചർ വാഹനങ്ങൾ 5.1%, ട്രാക്ടർ 2.5% വളർച്ച കൈവരിച്ചു. അതേസമയം വാണിജ്യ വാഹനങ്ങളുടെ വിൽപ്പനയിൽ 0.07 നേരിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ജനുവരിയിൽ വിൽപ്പന കൂടുമെന്ന് 48% ഓട്ടോമൊബൈൽ ഡീലർമാർ പറയുന്നുണ്ട്. 41% പേർ നേരിയ വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത്. 10.69% പേർ വിൽപ്പന സാവധാനത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ധനസഹായം ഉൾപ്പെടെ ആകർഷകമായ ഓഫറുകൾ നൽകുന്നതിനാൽ ഇരുചക്ര വാഹന വിൽപ്പനയ്ക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. വിവാഹ സീസൺ, പുതിയ ലോഞ്ചുകൾ, പ്രൊമോഷനുകൾ എന്നിവ കാരണം യാത്രാവാഹനങ്ങൾക്ക് ഡിമാൻഡ് ഏറുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയിൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള ഹാക്കർമാരുടെ ആക്രമണം രൂക്ഷമെന്ന റിപ്പോർട്ട്. ചൈനയാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും അപകടകരമായ സാഹചര്യത്തിലാണ് ഹാക്കിംഗ് നീക്കങ്ങളെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സോൾട്ട് ടൈഫൂൺ എന്നറിയപ്പെടുന്ന ചൈനീസ് ഹാക്കർമാരാണ് ആക്രമണത്തിന് പിന്നിൽ. വ്യവസായ ഭീമന്മാരായ AT&T, വെരിസോൺ എന്നിവയുൾപ്പെടെ കുറഞ്ഞത് 9 US ടെലികോം കമ്പനികളുടെ നെറ്റ്വർക്കുകൾ ഹാക്കിങ്ങിന് ഇരയാക്കിയതായാണ് വിവരം. അതിപ്രധാന ഡാറ്റകളും ഫോൺ കോളുകളും ഹാക്ക് ചെയ്യപ്പെട്ടു. മുതിർന്ന US ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും ഹാക്കർമാർ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ട്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മോശം ടെലികോം ഹാക്കിംഗ് എന്നാണ് US ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അൺപാച്ച് ചെയ്യാത്ത നെറ്റ്വർക്ക് ഉപകരണങ്ങളും വലിയ നെറ്റ്വർക്ക് റൂട്ടറുകളും ആക്രമണകാരികൾ ലക്ഷ്യം വെച്ചുവെന്ന് വാഷിംഗ്ടൺ സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഭാവിയിലെ ആക്രമണങ്ങൾ തടയുന്നതിന് ജാഗ്രത പാലിക്കാനും ശക്തമായ സൈബർ സുരക്ഷാ പ്രോട്ടോകോളുകൾ നടപ്പിലാക്കാനും US ഗവൺമെന്റ് കമ്പനികളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യക്തിവിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ പുതിയ നിയമവുമായി കേന്ദ്ര സർക്കാർ. IT കമ്പനികൾ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയ്ക്ക് വ്യക്തിവിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഡാറ്റാ സംരക്ഷണ ബിൽ വഴി വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ഒരു പരിധിവരെ തടയാനാകും. ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിന്റെ കരടിലാണ് IT കമ്പനികൾക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കുമുള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് പറയുന്നത്. അതേസമയം നിയന്ത്രണം മാധ്യമങ്ങളെ ബാധിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. പൗരസ്വാതന്ത്ര്യവും രാജ്യസുരക്ഷയും ഊട്ടിയുറപ്പിക്കുകയാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വ്യക്തിവിവരങ്ങൾക്ക് മുകളിലെ സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതോടെ പൗരന്മാർ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കുറയ്ക്കാനാകുമെന്നും ചൂഷണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷിക്കാനാകുമെന്നും കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. ഇതോടൊപ്പം സൈബർ ലോകത്ത് കുട്ടികളുടെ സ്വകാര്യതയ്ക്ക് നേരെ നടക്കുന്ന കടന്നുകയറ്റങ്ങൾ നേരിടാനുള്ള വ്യവസ്ഥകളും ബില്ലിലുണ്ട്. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ സംരക്ഷിക്കാനായി വിവരച്ചോർച്ചയ്ക്ക് ആനുപാതിക പിഴത്തുകയാണ് ഈടാക്കുക. എന്നാൽ വലിയ IT കമ്പനികളിൽ നിന്ന് തത്തുല്യമായ പിഴത്തുക ഈടാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനപ്രിയ SUV മോഡലായ ഡിഫൻഡറിൻ്റെ അപ്ഡേറ്റഡ് പതിപ്പ് ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഒറ്റനോട്ടത്തിൽ കാര്യമായ മാറ്റം വരുത്താതെയാണ് ഡിഫൻഡർ 2025 എഡിഷൻ വിപണിയിലേക്ക് എത്തിയത്. ബോണറ്റിനടിയിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുന്ന V8 എഞ്ചിനാണ് പുത്തൻ വരവിലെ പ്രധാന മാറ്റം. ഡിഫൻഡർ 90, 110, 130 എന്നീ 3 മോഡലുകളും V8 എഞ്ചിനിൽ എത്തുന്നുണ്ട്. X ഡൈനാമിക്, HSC X എന്നീ 2 വേരിയന്റുകളിൽ എത്തുന്ന പുതിയ ഡിഫൻഡറിന് 1.39 കോടി രൂപയിലാണ് എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത്. പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ചാണ് ഈ വാഹനം ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തുക. കരുത്തുറ്റ പുതിയ എഞ്ചിനൊപ്പം ടെറൈൻ റെസ്പോൺസ് സിസ്റ്റം, ഇലക്ട്രോണിക് എയർ സസ്പെൻഷൻ സംവിധാനം എന്നിവ അടിസ്ഥാന ഫീച്ചറായി നൽകുന്നുണ്ട്. 20 ഇഞ്ച് അലോയ് വീൽ, ഓൾ ടെറൈൻ ടയറുകളും സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. 518 bhp പവർ ഉൽപ്പാദിപ്പിക്കുന്ന V8 എഞ്ചിനിലെത്തിയിരുന്ന ഡിഫൻഡറിന് പകരമാണ് പുതിയ പതിപ്പ് എത്തിയിരിക്കുന്നത്. ഡിഫൻഡർ 130 മോഡലിലെ 2ാം നിരയിൽ ക്യാപ്റ്റൻ സീറ്റുകൾ നൽകിയതും 8 സീറ്റർ മോഡൽ ഈ നിരയിലേക്ക് കൂട്ടിച്ചേർത്തതും 2025 പതിപ്പിന്റെ സവിശേഷതകളിൽ ചിലതാണ്. വെന്റിലേറ്റഡ് ഹീറ്റഡ് മെമ്മറി ഫംഗ്ഷനുകൾ, പവേഡ് മുൻനിര സീറ്റുകൾ, 14 ഇഞ്ച് വലിപ്പമുള്ള ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, ഡിജിറ്റൽ ഡ്രൈവർ പാനൽ, കസ്റ്റമൈസ്ഡ് ആംബിയൻസ് ലൈറ്റിംഗ്, 360 ഡിഗ്രി ക്യാമറ, റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെന്റ്,
മെരീഡിയൻ സൗണ്ട് സിസ്റ്റം, പനോരമിക് സൺറൂഫ് തുടങ്ങി ഫീച്ചറുകളുടെ വലിയ നിരയാണ് 2025 ഡിഫൻഡറിലും നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ റിയൽമിയുടെ പുത്തൻ സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് 14 Pro 5G, Pro Plus 5G എന്നീ മോഡലുകളാണ് ഈ മാസം 16-ന് വിപണിയിലേക്ക് എത്തുക. 14 Pro 5G സീരീസിന് കീഴിൽ ബേസ് പ്ലസ് വേരിയന്റുകൾ ഉണ്ടാകും. മുൻപ് സ്ഥിരീകരിച്ച പേൾ വൈറ്റ്, സ്യൂട്ട് ഗ്രേ ഷെയ്ഡുകൾക്കൊപ്പം ഇന്ത്യ എക്സ്ക്ലൂസീവ് ബിക്കാനീർ പർപ്പിൾ, ജയ്പൂർ പിങ്ക് കളർ ഓപ്ഷനുകളും ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 1.5K ക്വാഡ് കർവ്സ് ഡിസ്പ്ലേയാണ് ഹാൻഡ്സെറ്റുകളിൽ ഉണ്ടാവുക. ലോകത്തിലെ ആദ്യത്തെ ട്രിപ്പിൾ ഫ്ലാഷ് യൂണിറ്റുമായാണ് ഫോൺ വിപണിയിലെത്തുകയെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഫ്ലിപ്കാർട്ടിലൂടെയും റിയൽമി ഇന്ത്യ ഇ-സ്റ്റോർ വഴിയും ഫോണുകൾ വിൽപ്പനയ്ക്കെത്തും. ബേസ് മോഡലിന് മീഡിയാടെക് ഡൈമെൻസിറ്റി 7300 എനർജി ചിപ്സെറ്റാണ് കരുത്ത് പകരുക. പ്ലസ് വേരിയന്റിന് സ്നാപ്ഡ്രാഗൺ 7th ജനറേഷൻ 3 SoC ചിപ്സെറ്റാണ് കരുത്ത്. 14 Pro 5Gയിൽ 50 മെഗാപിക്സൽ സോണി IMX882 പ്രൈമറി സെൻസറും 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ സെൻസറും ഉണ്ടായിരിക്കും. അതേസമയം 14 Pro Plus 5Gയിൽ 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ സെൻസർ, 50 മെഗാപിക്സൽ മെയിൻ റിയർ സെൻസർ, 50 മെഗാപിക്സൽ ടെലിഫോട്ടോ ക്യാമറ, 112 ഡിഗ്രി അൾട്രാ വൈഡ് ഷൂട്ടർ എന്നിവ ലഭിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഇതിനു പുറമെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 50 മെഗാപിക്സൽ സോണി IMX882 ടെലിഫോട്ടോ ഷൂട്ടറും ഈ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കമ്പനി സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.